ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുവാണ് ഇതിനകത്തോട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിന് പകരം മൈദ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി റെഡിയാക്കാം. അപ്പം ഞാൻ ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ ബട്ടർ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് അരിയണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞാൽ മതി. കാരണം ഇതെന്തായാലും നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഞാൻ ഇതിനകത്തൊരു 12 കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുവാണ്. പിന്നെ വേണ്ടത്, നേരത്തെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ചിക്കൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുവാണ്. പിന്നെ 2 തക്കാളി ഇട്ട് കൊടുക്കണം ഇതിനകത്തോട്ട്. ഇതൊന്നും ഒരുപാട് ഫ്രൈ ആവണ്ട ബട്ടറിൽ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം ബട്ടർ ചിക്കന് ഒരുപാട് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് മധുരമായിരിക്കും, ഉപ്പല്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിൽ 3 വിസിലടുപ്പിക്കുവാണ്. ഫ്ലെയിം കൂട്ടരുത്, അപ്പോൾ കരിഞ്ഞു പോവും. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3 വിസിലടുപ്പിക്കാം. കുക്കർ വിസിലടിച്ചപ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ആ ബട്ടറിലോട്ട് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓയിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടർ ഫ്രൈ ചെയ്യാം, പക്ഷെ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് ബട്ടറിൽ തന്നെ ചെയ്യണം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. എന്നിട്ട് മറ്റേ സൈഡ് കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് ആയപ്പോൾ ഞാൻ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കറിലുള്ള ഗ്രേവി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതിടുവാണ്. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ ചിക്കൻ തയ്യാറാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രേവിയിൽ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഫ്രഷ് പാൽ ഒഴിച്ചാലും മതി. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിക്നെസ് നല്ലോണം കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ആ സമയം ഞാൻ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഉപ്പ് ഓൾറെഡി ഉണ്ട്, ഞാൻ നോക്കി. അപ്പോൾ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഉപ്പോ പഞ്ചസാരയോ ചേർക്കാം. പിന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് കസൂരി മേത്തിയാണ്. അതായത്
ഉലുവയുടെ ഇലയാണിത്. ഇത് ഉണക്കി പൊടിച്ചതാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് ചൂടാക്കിയിട്ട് അപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ട് നല്ലോണം തിരുമ്മിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ആയാലേ ഇതിന്റെ ബട്ടർ ചിക്കന്റെ ഓതന്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യണം. കുറച്ച് മധുരം കുറവായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. ഉപ്പും എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. ഈ തിളക്കുന്ന സമയം നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ ചിക്കൻ്റെ അകത്ത് ഈ ഗ്രേവി നന്നായിട്ട് മിക്സ് ആവണം. ഒരുപാട് തിളപ്പിക്കണ്ട, പക്ഷെ ഇതിനകത്തോട്ട് മിക്സ് ആകുന്ന വിധം തിളപ്പിക്കണം ഒരു 2-3 മിനിറ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി. ഞാൻ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചു ചിക്കനൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം, തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ തീയിൽ തന്നെ കിടന്നിട്ട് അത് റെഡി ആയിക്കോളും. ഇനി അതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതും കൂടി ആയാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. അപ്പോൾ ഇതിന് ഫ്രഷ് ക്രീമിൻ്റെയും ബട്ടറിൻ്റെയും ചിക്കൻ്റെ എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ് ബട്ടർ ചിക്കന്. നല്ലൊരു മധുരവും ചെറിയൊരു എരിവുണ്ടാവും, പിന്നെ ഒരു കുറച്ച് ഉപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.